എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന എന്താ പറയാ കുറച്ച് അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എസ്പെഷ്യലി 2 സന്തോഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ സന്തോഷം നമുക്ക് നോക്കാം ഏതാണുള്ളത്. അപ്പോൾ ആദ്യത്തെ സന്തോഷം എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഒരു കൊല്ലം അതിന് കൂടുതലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നിലാസ് ഹെർബ്സിലെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇന്ന് ലോഞ്ച് ചെയ്യാണ്. അതെന്ന് പറയുമ്പോൾ കുറെ അധികം സന്തോഷമുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും എന്താ പ്രൊഡക്റ്റ് പറഞ്ഞിട്ട്. അപ്പൊ എന്താ പ്രൊഡക്റ്റ് എന്ന് വെച്ചാല് നമ്മളിത് പറയുമ്പോ എല്ലാവരും വിചാരിക്കും വെളുത്തിട്ട് പറ, അങ്ങനെയല്ല. അപ്പൊ എടുത്ത ആദ്യം തന്നെ പറയട്ടെ, വെളുത്തിട്ട് പറയാനുള്ളതല്ല. നമ്മുടെ സ്കിന്നിലെ പ്രോബ്ലംസ് മാറിയിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് മുൻഗണന കൊടുക്കുന്ന ഒരു സിറം നമ്മുടെ നിലാസ് കാർട്ടിൽ ഇറങ്ങാട്ടോ ഇന്ന് മുതൽ. അപ്പോ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഈ സിറത്തിനെ നാളത്തെ പരിശ്രമം വർഷങ്ങൾ കുറച്ചായിട്ടുണ്ടാവും ഇതിന് വേണ്ടി ഗുസ്തി പിടിക്കുന്നു. അപ്പൊ അങ്ങനെ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് ഉള്ളത്. അതുകൊണ്ട് ഒരു പേടിയും പേടിക്കാതെ ഉപയോഗിക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കണം, സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. ഇതുപോലെ ഉപയോഗിക്കാതിരിക്കരുത്. അതായത് ഇപ്പൊ നമുക്ക് കൂടുതൽ താല്പര്യം അതിനോട്, അതായത് സ്കിൻ ബ്രൈറ്റ് ആവണമെന്ന് അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഒത്തിരി കറുപ്പുള്ള എനിക്ക് കൊണ്ട് വിഷമം ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉപയോഗിക്കണമെന്നുള്ളത് അവരാരും ഇഷ്ടമാണ്. പക്ഷെ ഉപയോഗിക്കണോണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് വേറെ അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അത്രയും നല്ല ഹെർബലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സ്കിൻ ബ്രൈറ്റ് ആവാൻ മാത്രമല്ല, നമ്മുടെ ഫേസിലെ ഇഷ്യൂസ് ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ റെഡ്നെസ്, അതുപോലെ തന്നെ പിമ്പിൾസ് വന്നിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഡാമേജസ്, ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് വ്യത്യാസം വരുന്നുള്ളത് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് പിമ്പിൾസിന്റെ പ്രോബ്ലംസ് 2 ചീക്സിലും കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. കുറെ പേര് ചോദിക്കാറുണ്ട്, ഭയങ്കരമായിട്ട് റെഡ്നെസ്, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഡാമേജ് നമുക്ക് വരില്ലേ വന്നതിന്റെ പുറകെ PCOD ഒക്കെ ഉണ്ടായിട്ട് കുറച്ച് നിറയെ പിമ്പിളായിരുന്നു. ഇപ്പൊ കുറെ കാലമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പിമ്പിൾസ് ഇല്ല എന്നൊക്കെ. അപ്പൊ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടാണ് നമുക്ക് അതിന്റെ ഒരു വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെ വന്നതിന് ശേഷമാണ് നമ്മളിങ്ങനെ കാട്ടിലിറങ്ങുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് വന്നിട്ട് നമ്മുടെ നിലാസ് ഹെർബ്സിന്റെ റിവൈറ്റൻ ഫേസ് സിറം ആട്ടോ. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു നെയിമാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്, റിവൈറ്റൻ ഫേസ് സിറം. ഇതില് നമ്മുടെ സ്കിന്നിനെ ടോൺ ഇംപ്രൂവ് ചെയ്യാനും, അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ, നമുക്ക് സൺ ടാൻ കൊണ്ടുള്ള പിഗ്മെന്റേഷൻ, അതേപോലെ നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട് ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും. അതേപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 3 മന്ത്സിനൊക്കെ പോരാ അതിന് കൂടുതൽ യൂസ് ചെയ്യണം. അപ്പൊ അത് ഉപയോഗിക്കണം. പെട്ടെന്നുള്ള ഒരു ദിവസം 10 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ അങ്ങനെ ബ്രൈറ്റനിങ് ആവുന്നില്ല. സ്ലോ ആയിട്ടാണ് അത് വരുള്ളൂ. അല്ലാണ്ട് കെമിക്കൽ വന്നിട്ട് മുഖം പൊളിച്ച് കളയുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കളർ പുറത്തേക്ക് വരിക, അതല്ല നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ഷമയോട് കൂടിയിട്ട് ഉപയോഗിക്കുക. നമുക്ക് 30 ml എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിന് ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും എടുക്കണുള്ളൂ. നമുക്ക് ഫേസിന് സിറങ്ങളാണല്ലോ നമുക്കറിയാം. പിന്നെ നമ്മുടെ വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവര് നിങ്ങൾക്ക് സമയമുള്ളവരാണെങ്കിൽ ഇവരാണെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫേസ് ശരിക്കും ഞെട്ടിപ്പിക്കാൻ പറ്റും. ആ സമയമാകുമ്പോഴേക്കും നല്ല ക്ലീൻ ആക്കിയിട്ട് എങ്ങനെയാണ് ഇത്രയും ക്ലിയർ ആയത്, ഇത്രയും പിമ്പിൾസ് മാർക്സ് ഒക്കെ എങ്ങനെയാണ് മാറിയെന്നുള്ള ഒരു മാർക്സ് മാറുക എന്നല്ല, നല്ലോണം ക്ലീൻ ആൻഡ് സ്മൂത്ത് ആവും, ഫേസ് സപ്പിൾ ആവും. അപ്പൊ അതിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് നിലാസ് ഹെർബ്സിന്റെ റിവൈറ്റൻ സിറം. അപ്പൊ ഇത് വന്നിട്ട് നമുക്ക് 30 ml ആണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നിലാസ് കാർട്ടിൽ ചെക്ക് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ അറിയണില്ല, അല്ലെങ്കിൽ ഓർഡർ ചെയ്യാൻ പറ്റില്ല, ഓഫർ ഉണ്ട് കേട്ടോ എല്ലാ പ്രൊഡക്റ്റുകൾക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഓഫർ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവും. കാരണം നമുക്ക് ഒരുപാട് ടൈമോ അല്ലെങ്കിൽ ഒരുപാട് വട്ടമോ ഓഫർ കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയില്ല. നമ്മൾ 3 വർഷം മുമ്പുള്ള അതേ എമൗണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും മേടിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ സാധാരണ പറയാൻ പെട്രോളിനും ഡീസലിനും വില കൂടി കഴിഞ്ഞാൽ ലോകത്തുള്ള കൂടിയ സ്ഥലത്തുള്ള എല്ലാ സാധനങ്ങൾക്കും വില കൂടും. പക്ഷെ നമ്മളിങ്ങനെ പിടിച്ച് വെച്ചിട്ട് പൈസ കൂട്ടണ്ടെന്നിട്ട് അത്രയും ലാഭം കുറഞ്ഞൊന്നുമില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യണത് ഫ്രീ ആയിട്ടാണ് ചിലപ്പോൾ ജോലി ചെയ്യേണ്ടാവും. ഞാൻ നോക്കാറില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല എനിക്ക് ശമ്പളം കിട്ടുന്നുള്ളത്. അപ്പൊ അത്രയും ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഓഫർ കൊടുക്കാൻ പറ്റാത്തത്. ഇങ്ങനെ മുമ്പ് മേടിക്കുന്ന ആൾക്കാർക്കും അറിയാൻ പറ്റും എത്ര നാളായി നമ്മളുടെ പ്രൊഡക്റ്റുകൾക്ക് ഇതേ റേറ്റ് തന്നെ നമ്മൾ കൊണ്ടുപോകണമെന്നുള്ളത്. അപ്പൊ അത് പറഞ്ഞോളൂ.
പിന്നെ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു ബ്രൈറ്റനിങ് സിറം അല്ലെങ്കിൽ ബ്രൈറ്റനിങ് പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട റുട്ടീനാണ് സൺക്രീം എന്നുള്ളത്. കുറേ പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. നമ്മുടെ നില സർഫ്സിൽ നമ്മൾ SPF 50 ഉള്ള സൺക്രീം നമ്മൾ ഇറക്കുകയാണ്. എസ്പെഷ്യലി നോൺ സ്റ്റിക്കി ആണ്, അതേപോലെ തന്നെ വൈറ്റ് കാസ്റ്റ് ഫ്രീ ആണ്, വൈറ്റ് കാസ്റ്റ് ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ സിറം വന്നിട്ട് 8 വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ സൺക്രീം വന്നിട്ട് 5 വയസ്സിന് മുകളിലേക്കുള്ള തുടങ്ങിയിട്ട് യൂസ് ചെയ്യാം എല്ലാവർക്കും. അതുപോലെ തന്നെ ജെന്റ്സിനും ലേഡീസിനും യൂസ് ചെയ്യാം, അത് ജെൻഡർ ന്യൂട്രൽ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്തായാലും പ്രൊഡക്റ്റ് നോക്കാം. നില സർഫ്സ് കുങ്കുമാതി സൺ പ്രൊട്ടക്ഷൻ ലോഷൻ ആണ് വിത്ത് UVB പ്രൊട്ടക്ഷൻ ഉണ്ട്. SPF 50 ആണ്. ഇത് നമുക്കൊരു സൺക്രീം മാത്രമായിട്ടല്ല നമുക്ക് വർക്ക് ആവുന്നത്. നമുക്ക് പിഗ്മെന്റേഷൻ, സൺ ബേൺ ആയിട്ടുള്ള പിഗ്മെന്റേഷൻ, പിന്നെ നമ്മൾ ഫേസ് ശ്രദ്ധിക്കാണ്ട് ടാൻ ആയിട്ടിരിക്കുക, ഇങ്ങനെ കുറെ ഇഷ്യൂസ് നമുക്ക് കുറയ്ക്കാനും കൂടി നമ്മുടെ ഈ ഒരു സൺക്രീം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ ഒരു സിറം യൂസ് ചെയ്യുന്നവര് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട റുട്ടീനാണ് സൺക്രീം. അപ്പൊ ഉപയോഗിക്കാത്തവരും യൂസ് ചെയ്യണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത്രയും ചൂടുണ്ട്. നോർമലി നമ്മുടെ വീട്ടിൽ നിൽക്കുന്നവരാണ്. പിന്നെ പ്രത്യേക ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ വല്ലാണ്ട് വേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒന്ന് റീഅപ്ലൈ ചെയ്യേണ്ടി വരും. ഇത് മാത്രമല്ല, എല്ലാ സൺസ്ക്രീമും അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു 2 hours വിട്ടിട്ടൊക്കെ റീഅപ്ലൈ ചെയ്യാനാണ് എല്ലാ കമ്പനിക്കാരും പറയുന്നത്. പരമാവധി അങ്ങനെയൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും ഗുണങ്ങളുണ്ട്. നമുക്കിപ്പോ ഡൗട്ട് ഉണ്ടാവും, ഞങ്ങൾ ഇത്ര നാൾ ഈ വേറൊരു സൺക്രീമാണ് യൂസ് ചെയ്തിരുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് വിശ്വസിച്ച് ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം. നിങ്ങൾ യൂസ് ചെയ്യണ ഏതൊരു സൺക്രീമിനേക്കാളും നല്ലതായിരിക്കും. നമ്മുടെ കുങ്കുമാതി സൺക്രീമാണ് നമ്മുടെ നില സർഫ്സിന്റെ വന്നിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്കായിട്ട് അത് നമ്മുടെ ഫേസിൽ പിടിക്കുകയും അതുപോലെ തന്നെ ആ ഒരു വൈറ്റ് കാസ്റ്റ് തീരില്ലാണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ആയി പോവുകയും ചെയ്യും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഞങ്ങൾ 3 നാൾ യൂസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ കുട്ടികൾക്ക് തുടങ്ങിയിട്ട് 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ഈ സൺക്രീം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് ഈ 2 പ്രൊഡക്റ്റ് ആണ് നമ്മുടെ നിലാസ് കാർട്ടിൽ ഇന്ന് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വേറെ പറഞ്ഞില്ല എന്നുള്ളൂ, നമ്മുടെ ഹെയർ സെറം മാറിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അണ്ടർ സെറം മാറിയിട്ടുണ്ട്. പിന്നെ അമ്മൂന്റെ അണ്ടറിനെ കുറിച്ച് കുറെ പേര് ചോദിക്കുന്നുണ്ട്, അവൾക്ക് അലർജിയുടെ ഇഷ്യൂ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും രോഗമൊക്കെ ആയിട്ട് വന്നിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ അതിന് മെഡിസിൻ എടുക്കാനാണ്. വേറൊരു കാര്യമുണ്ട്, ഇയാളോട് എന്നും ഉപയോഗിക്കാൻ പറയും. അയാൾ 2 ദിവസം പറയുമ്പോ ഉപയോഗിക്കും. അല്ല, കുട്ടിയോട് എന്ന് പറയുമ്പോ അവർക്ക് ഉപയോഗിക്കാൻ പരിധി ഉണ്ട്. അതാണ് അവര് ഇനിയിപ്പോ വെക്കേഷൻ ഇനിയിപ്പോ ഒന്നും നടക്കാൻ പോണില്ല. ഈ പറഞ്ഞ ആളെ യൂസ് ചെയ്യില്ല കേട്ടോ. എന്റെ കാര്യം ഇത് കേൾക്കില്ല. നമ്മൾ പെണ്ണുങ്ങളുടെ കാര്യമൊക്കെയാണ് കൂടുതൽ. എന്താ വെച്ചാല് നമ്മള് കാര്യം നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാം, അതല്ല നമ്മുടെ ശരീരത്തിൽ ഒരു പാർട്ടാണല്ലോ സ്കിന്ന്. അപ്പൊ അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാം. ബാക്കി വരലോടത്ത് വെച്ചിട്ട് ബാക്കി വരട്ടെ. എന്നാലും എന്താ ചെയ്യാ, മറന്നു പോകും. കാരണം പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് ആവാന്ന് വിചാരിക്കും. പിന്നെ അതങ്ങനെ വിട്ടുപോകും. പിന്നെ തിരക്കുകളൊക്കെ എല്ലായിടത്തേക്കും ഇങ്ങോട്ട് ഓടുക, പിന്നെ ബൈക്കുമ്മ യാത്ര, അതൊക്കെ ആയിട്ട്. അപ്പോ നമ്മുടെ ഈ 2 പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്യണത്. അപ്പൊ സ്കിൻ ബ്രൈറ്റനിങ് ആണ് ഇതിന്റെ ഈ ഒരു സിറത്തിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഒപ്പം തന്നെ സ്കിൻ ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആവും, സപ്പിൾ ആവും, സ്മൂത്ത് ആവും, പിഗ്മെന്റേഷൻ ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഇത് എന്താ പറയാ, ഇത് ട്രൈ ചെയ്യുമ്പോൾ ഒപ്പം തന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് സൺക്രീം. അപ്പൊ നമ്മുടേതാണെങ്കിൽ നമ്മുടെ പുതിയ സൺക്രീമാണ്, കുങ്കുമാതി ഓയിലൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ കുങ്കുമാതി സൺക്രീമാണ് നമുക്ക് SPF 50 ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ 2 പ്രൊഡക്റ്റ് ആണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അതെ, ഞാനത് പറയാൻ വരികയാണ്. നിങ്ങൾ ഏതാണോ സൺക്രീം യൂസ് ചെയ്യുന്നത് ഫോളോ ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു പ്രൊഡക്റ്റ് ഇറക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും നോക്കിയിട്ടാണ് ഇറക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഏത് സൈഡിൽ നിന്ന് പാര വെക്കാമെന്ന് ആലോചിച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ ഓരോന്ന് ഇറക്കുമ്പോൾ നമുക്ക് വരാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ലോക്കുകളും എല്ലാ സൈഡിൽ നിന്ന് ലോക്ക് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കുക. അപ്പൊ ഈ ഒരു ബ്രൈറ്റനിങ്ങും ഉള്ള സിറവും അതേപോലെ തന്നെ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും അതുപോലെ തന്നെ സൺക്രീമും കുറെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ ഞങ്ങൾ ഇതിനെ കുറിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ കുറച്ച് സമയം എടുക്കും എല്ലാ കാര്യങ്ങളും. അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റത്തെ സന്തോഷം ഈ ഒരു 2 പ്രൊഡക്റ്റുകളാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു 2 കാര്യങ്ങൾ നമ്മുടെ കാർട്ടിലേക്ക് ഇറക്കുമ്പോൾ. ഇതിന്റെ ഫീഡ്ബാക്കുകൾ ഇനി നിങ്ങൾക്ക് വരുന്നുണ്ട്. നമുക്ക് കുറച്ചധികം ഫീഡ്ബാക്കുകൾ നമ്മുടെ ഈ ബ്രൈറ്റനിങ് സിറത്തിന്റെ. അതെന്തായാലും നമുക്ക് ഇനി അടുത്തടുത്ത വീഡിയോസിലായിട്ട് കാണാം. ഇത് നമ്മൾ ഓൾറെഡി ഓരോരുത്തർ യൂസ് ചെയ്തിട്ട് അവരുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. പിന്നത്തെ കാര്യം, അടുത്ത സന്തോഷം, നമ്മള് എന്താ പറയാ, കാത്തിരുന്ന് എനിക്ക് പറയാൻ വാക്കില്ല അതിനെ കുറിച്ചിട്ട്. അല്ല, അത് എന്താ പറയാ, നമുക്ക്
ശരിയാണ്. നമുക്ക് അത് പല ആഗ്രഹങ്ങളും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ലാസ്റ്റ് നമുക്ക് ചിലപ്പോ നേടാൻ പറ്റാണ്ട് പോയെങ്കിലോ അങ്ങനെയൊക്കെ അല്ല. അപ്പൊ നമ്മള് ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പറ്റുന്നതാണെങ്കിൽ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് സാധിക്കുക. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹമാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത് നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സന്തോഷം നമ്മുടെ പ്രൊഡക്റ്റ് ലോഞ്ചിങ് ആയിരുന്നു. രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത് ജീവിതത്തിൽ കുറെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ എന്താ പറയാ നമ്മൾ ആഗ്രഹിക്കൂല. അപ്പൊ ചിലതൊക്കെ നമുക്ക് നേടാൻ ദൈവം ചെറിയ ചെറിയ എന്താ പറയാ അവസരം തരും. അപ്പൊ അങ്ങനെ നമ്മള് എന്താ പറയാ സർപ്രൈസ് ആണ്. അപ്പൊ നമുക്ക് പോണ വഴിക്ക് പറയാം. അപ്പൊ നമ്മളിവിടെ ബസ്സിനായിട്ടാ ഇനി പോണത്, നമ്മുടെ ലോക്കൽ ബസ്സിന്. എന്നിട്ട് നമ്മുടെ വിശേഷം പറയാം. നിങ്ങക്ക് മനസ്സിലായിണ്ടാവും, ഞാൻ തമ്മിനേൽ വെച്ച് കണ്ടിട്ടുണ്ടാവും. സർപ്രൈസ് അല്ല. അപ്പൊ ഏതാണെന്നുള്ളതൊക്കെ നമ്മള് എന്താ പറയാ അവിടെ ചെന്നിട്ട് കാണാം. പറയാനായിട്ട് വാക്കൊന്നുമില്ല. ഞങ്ങളിങ്ങനെ കാത്തിരിക്കുക. നല്ല വെയിലാട്ടോ, അതുകൊണ്ട് അങ്ങ് വെള്ളച്ചിരിക്കുന്നുണ്ട്. പല സ്ഥലത്ത് പല ലൈറ്റാ. അപ്പൊ എന്താ പറയാ, വാക്കുകളില്ല പറയാൻ. കാത്തിരുന്ന് അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും പിന്നെ എല്ലാവരുടെയും എന്താ പറയാ സപ്പോർട്ട് കൊണ്ടും ഒക്കെയാണ് നമുക്ക് സാധിക്കണത് ഓരോന്നും. അപ്പൊ ഈ പാറുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്, അമ്മൂട്ടി ഇവിടെ ഉണ്ട്, ചേട്ടനുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ചെറിയ ഫ്രണ്ട്സും ഒക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല ആരൊക്കെ എത്തുന്നു. പിന്നെ അതുപോലെ ചേട്ടൻ അനിയൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ എത്തണം നമ്മള്. തൃശ്ശൂരിൽ നിന്നാണ് നമ്മള് സംഭവം സെറ്റ് ആക്കണത്. അപ്പൊ ഇനി ഞാൻ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് വഴിയെ പറയാട്ടോ. അപ്പൊ ഞങ്ങള് ഇതേ ബസ് കയറാൻ വേണ്ടിട്ട് നടക്കാട്ടോ. നമ്മുടെ വീടിന്റെ അവിടെ നമ്മുടെ നില സർവീസിന്റെ ഷോപ്പിൽ നമ്മുടെ ഉപയോഗിച്ചിരുന്ന കാർ അവിടെ ഇട്ടു. എന്നിട്ട് നമുക്ക് വേറെ ആരും ഇല്ല കൂടാനൊന്നും. അതുകൊണ്ട് നമ്മൾ നടന്നതേ പോവാണ്. നമ്മൾ പറമ്പിൽ കൂടെ പോയിട്ട് കുറച്ച് നീങ്ങിയിട്ട് അവിടെ ബസ് ഉണ്ട്, അല്ല ഓട്ടോ കിട്ടും. ഓട്ടോ കയറിയിട്ട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് വിളിക്കും, അല്ല ബസ് കയറും. അപ്പൊ നമ്മളങ്ങനെ തൃശ്ശൂര് പൂരപ്പറമ്പിലാണ്. ഇപ്പൊ പൂര നടക്കണം പറമ്പില്. അപ്പൊ നമ്മളിവിടെ വരാൻ കാരണം നമ്മുടെ ചേട്ടന്റെ 2-3 ഫ്രണ്ട്സ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് അവരെ. അപ്പൊ നമ്മള് നിക്കണ എവിടെയാന്നറിയോ? അപ്പൊ ഇതിന്റെ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ ഐസ്ക്രീം ഞാൻ കഴിച്ചില്ല. അമ്മൂന് എന്തായാലും വേണമെന്ന് പറഞ്ഞ പാർക്കുട്ടി ഇങ്ങനെ നോക്കി നിക്കണേ. പാർക്കുട്ടി ഇങ്ങനെ നോക്കി നിക്കുന്നുണ്ട് വേണമെന്ന് പറഞ്ഞിട്ട്. ഇത് പുളിയാണെന്ന് തോന്നുന്നുണ്ടല്ലേ? ഗ്രീൻ ആപ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഹലോ, അപ്പൊ നമ്മള് ഷോറൂമിൽ എത്തിയിട്ടോ. അപ്പൊ നമ്മുടെ ചേട്ടന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ വെയിറ്റിംഗ് ആണ്. നമ്മുടെ കുഞ്ഞു വണ്ടി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാൻ പോയിട്ട്. അപ്പൊ നമ്മൾ വന്നതിന് ശേഷം ചേട്ടന് ഇവിടെ കുറച്ചും കൂടി പേപ്പർ വർക്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് ചേട്ടനത് ഫോർമാലിറ്റീസ് ഒക്കെ ഇങ്ങനെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളോട് വെയിറ്റ് ചെയ്തു. നമുക്കവിടെ ടീയും അതുപോലെ തന്നെ കോഫി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. ഈവനിങ് സമയമല്ലായിരുന്നു. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു മോഡൽ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ നമുക്ക് വഴി ചെറുതായിരുന്നു. അപ്പോൾ അത് കയറുമോ, അതുപോലെ നമ്മുടെ ഷോപ്പിൽ കയറുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിരുന്നു. പക്ഷെ സെയിം അല്ല, മോഡൽ 6 സീറ്റർ ആട്ടോ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് 7 സീറ്റർ ആണ്. അപ്പം എന്തായാലും അപ്പോൾ ഇതാണ് നമ്മുടെ കാറ്. ഇത് വന്നിട്ട് കിയ ബ്രാൻഡിന്റെ കാരൻസ് എന്ന് പറഞ്ഞിട്ട് ലക്ഷറി പ്ലസ് ആട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കേക്ക് കട്ടിംഗ് ഒക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും വൈഫും അതുപോലെ തന്നെ ചേട്ടൻ്റെ അനിയനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു നമുക്കിതിന്. കുറേ നാളായിട്ട് കാത്തിരിക്കുന്നതാണ് നമുക്കിങ്ങനെ നമ്മൾ ബുക്കൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിട്ടോ നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്.
അപ്പൊ നമ്മള് നമ്മുടെ ന്യൂ കാറിൽ നമ്മൾ കേറി. പിന്നെ ലൈറ്റ് ചേച്ചി ലൈറ്റ് ഓണാക്കും. അപ്പൊ നമ്മള് നമ്മുടെ കാറിൽ കേറിയിട്ട് അപ്പൊ നമ്മുടെ പാറുട്ടി ദേ ഉറങ്ങി, നല്ല ഉറക്കം വന്നിട്ട് തന്നെ. പിന്നെ ചേച്ചി ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ ദേ ജഗൻ ചേട്ടനും അതുപോലെ നമ്മുടെ ചേട്ടനും അമ്മൂട്ടിയും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ചേട്ടൻ അനിയൻ അവനിവിടെ ബൈക്കായിട്ട് വന്നേനെ, അപ്പൊ അതും അങ്ങോട്ട് പോയി. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാല് നല്ല അടിപൊളി ഫീച്ചേഴ്സ് ആണുള്ളത്. അത് നമുക്ക് എന്തായാലും ഞാനിനി രാവിലെ കാണിച്ചു തരാം. കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ ദേ ഇറങ്ങിയിട്ടുള്ളൂ, വണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് ഇനി രാവിലെ കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അപ്പൊ ഞാൻ അപ്പൊ അങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ എന്താ പറയാ വീട്ടിലേക്ക് അന്തിക്കാടാണ് പോണേ. നാളെ നമ്മള് ഇത് വണ്ടി പൂജിച്ചിട്ടാണ് അങ്ങോട്ട് പോകണം മലപ്പുറത്തേക്ക്. അപ്പൊ വിശേഷമൊക്കെ ഇനി നാളെ പറഞ്ഞുതരാം എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അപ്പൊ പിറ്റേന്ന് രാവിലെ അമ്മൂട്ടി കാറിന് ചെന്ന് നോക്കി നിൽക്കുക എന്ന് വെച്ചാൽ രാത്രി എനിക്ക് ശരിക്കും നോക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളെല്ലാരും ഇനി നേരെ അമ്പലത്തിലേക്ക് പൂജിക്കാൻ വേണ്ടി കൊണ്ടുപോകാട്ടോ കാറ്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് പുതിയ മോഡലല്ലേ കിയയുടെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടട്ടെ ഓർത്തിട്ടാണ്. മറ്റേ അപ്പൊ ഫ്രണ്ടിൽ നമുക്കിങ്ങനെ 2 സീറ്റ് സാധാരണ മാതിരി കുറെ സെറ്റിങ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതെ, അങ്ങനെ സ്ക്രീനിൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് സെറ്റിങ്സ്. പിന്നെ ഇവിടെ എന്താണ് സ്റ്റിയറിംഗ് വേണ്ടിട്ട് എല്ലാ മോഡുകളും. പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. പിന്നെ ഇതിന് ഇതുണ്ട് കേട്ടോ, എന്താ പറയാ സൺറൂഫ് ഉണ്ട്. ഓപ്പൺ ദി സൺറൂഫ്. ഓപ്പണിംഗ് ദി സൺറൂഫ്. കണ്ട സൺറൂഫ് ഓപ്പൺ ആയി. ക്ലോസ് ദി സൺറൂഫ്. ക്ലോസിംഗ് ദി സൺറൂഫ്. കണ്ട മഴ പെയ്യുമ്പോ നമുക്ക് മുകളിൽ ഇങ്ങനെ കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കണ്ട. ഇതാണ് ഫ്രണ്ടില്. ഇവിടെയും തുറക്കട്ടെ, അവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അങ്ങനെ അത് നമ്മൾ കൈ കൊണ്ട് വലിക്കണം. ഇതാണ് ഫ്രണ്ടിൽ കേട്ടോ. ബാക്കിൽ നമുക്കിവിടെ 3 സീറ്റാണ് വരുന്നത്. പിന്നെ വേറെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ ഇതിന്. ഇവിടെയൊക്കെ നമുക്ക് AC അഡ്ജസ്റ്റ് ചെയ്യാം ബാക്കിലിരിക്കുന്നവർക്ക്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ട്രാഗ് ഉണ്ട്, നമ്മളിത് കവർ ഓപ്പൺ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ സ്ക്രീൻ ഉണ്ട്, കുറേ ഇതൊക്കെ ചെയ്യാനായിട്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പരിപാടിയൊന്നും അറിയില്ല. പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ സീറ്റിൽ നമുക്കിവിടെ 2 സീറ്റാണ് വരുന്നത്. ടോട്ടൽ 7 സീറ്റർ ആട്ടോ വരുന്നത്. പിന്നെ മുകളിൽ സെറ്റപ്പ് ഒക്കെ കുറേ ഇവിടെ നമുക്ക് AC-യുടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു ചെറിയൊരു ചുരുക്കം ഞാൻ പറഞ്ഞു മാത്രം. പിന്നെ ഇവിടെ നമുക്ക് വെയിലിൻ്റെ സംഭവം ഇങ്ങനെ വരാണ്ടിരിക്കാനുള്ള ഗാർഡുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സാധിച്ചത്. അപ്പോൾ ഭയങ്കര സന്തോഷം. എന്താ പറയുക, നമ്മുടെ ആ ഒരു ആദ്യത്തെ വീഡിയോ തുടങ്ങി കാണുന്നവർക്കറിയാം നമ്മുടെ ആ ഒരു എന്താ പറയുക ഒരു ഇതുകൾ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സംഭവം നമുക്കിങ്ങനെ സാധിച്ചതിന്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ. ബൈ, ടേക്ക് കെയർ.